നമ്മളെന്ത് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? അടിപൊളിയായിട്ട് നമ്മുടെ ബീഫും വിസ്കിയൊക്കെ ഒഴിച്ചിട്ട് ഒരു അധികം സ്പൈസി അല്ലാതെ ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതിൽ അധികം മസാലകളൊന്നുമില്ല, അടിപൊളി സാധനമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മളിത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു കഷ്ണം ബട്ടർ ഉണ്ട്. ബട്ടർ നമ്മളിതിലിട്ടു. നമ്മൾ ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ ക്യൂബ്സാക്കി വെട്ടി വെച്ച ബീഫില്ലേ, അത് നമ്മളതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല നമ്മൾ ഇളക്കിയിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം കണ്ടോ നമ്മളുടെ ഈ ബീഫ് കണ്ടോ, ബീഫൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുരുങ്ങി വന്നു. അപ്പം നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം കണ്ടോ, എനിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മുടെ ആ ബീഫിൽ നിന്ന് തന്നെ വന്നോളും, ആ ബീഫിൽ നിന്ന് വരും. അപ്പം നമ്മളിത് ഇങ്ങനെ ആകുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഉപ്പൊക്കെ അതിലേക്ക് ശരിക്കും പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കറുത്ത കുരുമുളക് പൊടിയില്ലേ, അത് നമുക്ക് കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് നമുക്ക് കുറച്ച് കൂടുതലിട്ടെടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നല്ല ഇളക്കി നമ്മൾ റെഡിയാക്കാം. നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒരു സ്പൈസിലൊരിതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കേട്ടോ, 1/2 ടീസ്പൂണ് ഗരം മസാല. അപ്പോൾ നമ്മുടെ ഗരം മസാല ഇട്ടിട്ട് നല്ല ഇളക്കി നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളകും നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ പച്ചമുളക് എരിവില്ല കേട്ടോ, നമ്മുടെ എരിവില്ലാത്ത പച്ചമുളകാണ്, നമ്മൾ ഈ ഫ്ലേവറിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. അപ്പോൾ കുറച്ച് പച്ചമുളകും നമ്മൾ 2 തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഇപ്പം നമ്മളതെല്ലാം മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായിട്ട് ഒരു 1/4 ഗ്ലാസ് വിസ്കി എടുത്തിട്ട് നമ്മളിതിൽ ഒഴിക്കണം. ആ വിസ്കി എടുത്തിട്ട് നമ്മളിത് ആ വിസ്കിയൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഇപ്പം വരുന്ന മണമൊക്കെ നല്ല രസമുണ്ട്. ആ മണമൊക്കെ കേൾക്കാൻ നമ്മളധികം സ്പൈസി ഇല്ലാത്തതാണ്, എന്നിട്ടും എന്ത് രസമാണ് അതിൻ്റെ മണമൊക്കെ വരാൻ. അപ്പോൾ നമ്മൾ ഈ വിസ്കി ഇതിലൊഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ അതിൽ കിടന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം മേലെ പിടിച്ച് അടിപൊളിയാവും. ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ച് അത് റെഡി ആയിട്ട് നമ്മുടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിസ്കി ബീഫ് റോസ്റ്റ് റെഡി. ഓക്കെ.